അങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തു എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് മാൽദീവ്സിലെ വൺ ഓഫ് ദി ഫേമസ് റിസോർട്ടായ കാനറീഫ് റിസോർട്ടാണ്. ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഐലൻഡിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഈ ഐലൻഡിൽ നിന്ന് ഒരു അരമണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ അപ്പുറത്തെ ഐലൻഡിൽ എത്തുന്നത്. സീ നല്ല റഫായിരുന്നു, മഴ പെയ്യാനാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിലെ വിൻഡോസൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഈ ബോട്ട് നന്നായിട്ട് ആടി ഉലയുകയായിരുന്നു ഗൈസ്. കുറച്ച് പാടുപെട്ടിട്ടാണ് ഞങ്ങൾ അതിലിരുന്നത്. ഒരുപാട് തവണ ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇതൊക്കെ കോമൺ കാര്യമാണ്. അവസാനം ഞങ്ങൾ ഇങ്ങെത്തി. അപ്പോൾ ഇതാണ് കാനറീഫ് റിസോർട്ട് മാൽദീവ്സിലേക്കുള്ള എൻട്രൻസ്. ഹുളുമീദു ഐലൻഡിലാണ് കേട്ടോ ഈ റിസോർട്ട് ഉള്ളത്. ആദ്യം തന്നെ പറയാമല്ലോ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടുന്ന് തിരിച്ചു പോകാനേ തോന്നുന്നില്ലായിരുന്നു. ഗേറ്റിലെത്തിയ ഉടനെ തന്നെ ആദ്യം ഇവർ നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം റിസോർട്ടിനെ കുറിച്ച് ചെറിയ രീതിയിലുള്ളൊരു ഇൻട്രഡക്ഷനൊക്കെ തന്നു. ഇവിടെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് സൈക്കിള് അല്ലെങ്കിൽ ബഗ്ഗി. സൈക്കിള് റിസോർട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബഗ്ഗി സർവീസാണുള്ളത്. നമ്മളെപ്പോഴെങ്കിലും റിസപ്ഷനിലേക്ക് ഒരു കോൾ ചെയ്തേച്ചാൽ മതി, അവർ നമ്മുടെ ഹട്ടിൻ്റെ മുന്നിൽ വന്ന് പിക്ക് ചെയ്ത് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അവിടെ നമ്മളെ അവർ കൊണ്ടുപോയി വിടും. റിസോർട്ട് അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഈ സർവീസ് ശരിക്കും വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റിസപ്ഷനിൽ എത്തിയ ഉടനെ തന്നെ ഒരു മാലയൊക്കെ ഇട്ട് അവർ ഞങ്ങളെ സ്വീകരിച്ചേ. കൂട്ടത്തിൽ ഒരു വെറ്റവലും കൂടെ തന്നേ. ഓല കൊണ്ട് മീനിൻ്റെ ഷേപ്പിലുള്ള ലോക്കറ്റ് ഇട്ടൊരു മാല കേട്ടോ അവർ ഞങ്ങൾക്ക് തന്നത്. അതിനുശേഷം ഒരു വെൽക്കം ഡ്രിങ്കും പ്രൊവൈഡ് ചെയ്തു. ഫ്രഷ് കരിക്കായിരുന്നു. ഈ ചൂടത്ത് ആ കരിക്ക് കുടിച്ചപ്പോൾ തന്നെ ഒരു റിഫ്രഷിങ് ഫീൽ കിട്ടി. ശരിക്കും അത്യാവശ്യം നല്ലൊരു വെൽക്കമിങ് ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് ചെക്ക് ഇൻ പ്രോസസ്സ് ആയിരുന്നേ. അവർ നമുക്കൊരു രജിസ്ട്രേഷൻ ഫോം തന്നു. അതിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഫിൽ ചെയ്ത് സൈൻ ചെയ്തു. പിന്നെ റിസോർട്ടിൻ്റെ ഒരു ബ്രൗഷറും തന്നു. റിസോർട്ടിലുള്ള ഫെസിലിറ്റീസും ആക്ടിവിറ്റീസും പ്ലേസസിനെ കുറിച്ചൊക്കെ സ്റ്റാഫ് ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു തന്നു. കൂട്ടത്തിൽ നമ്മുടെ റൂമിൻ്റെ കീയും കൂടെ തന്നു. എനിക്കിവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോർട്ടിൽ ഒരിടത്തും ടൈൽസ് ഇട്ടിട്ടില്ല. എല്ലായിടത്തും നാച്ചുറൽ മണൽ തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ലുക്കൊന്നും തന്നെ ഇല്ല. എല്ലാം വളരെ നാച്ചുറലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു എക്കോ ഫ്രണ്ട്ലി കോൺസെപ്റ്റാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാൽദീവ്സിലെ ബാക്കിയുള്ള റിസോർട്ട്സിനെ വെച്ച് നോക്കുമ്പം കാനറീഫ് റിസോർട്ട് മുന്നിൽ നിൽക്കുന്നത്. റിസപ്ഷനിൽ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത് കേട്ടോ. സത്യത്തിൽ പണ്ട് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ടിരുന്ന ആ ഫോട്ടോ പോലെയാണിത്. അന്നൊക്കെ അങ്ങനെ ഒരു ചിത്രം കാണുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനൊരു സ്ഥലത്തെത്താൻ പറ്റുമെന്ന് ഒട്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു സ്ഥലം നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള റിസോർട്ടുകളും സ്ഥലങ്ങളും കാണുമ്പോൾ ഇതൊക്കെ വലിയ പൈസയുള്ളവർക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലമാകും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറ്. പക്ഷേ അതങ്ങനെയല്ല. കുറച്ച് പ്ലാൻ ചെയ്താൽ നമ്മുടെ ബഡ്ജറ്റിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങൾക്കിവിടെ ആയത് 2500 MVR ആണ്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 15,000 രൂപീസിൻ്റെ അടുത്തെത്തും. ഒരു ദിവസത്തെ സ്റ്റേ ആണ് എടുത്തത്. അതിൽ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ആയിരുന്നു. സത്യത്തിൽ ഈ എക്സ്പീരിയൻസിന് ആ വില ന്യായമായിട്ട് തന്നെ കേട്ടോ എനിക്ക് തോന്നിയത്. ഈ കാണുന്നത് കേട്ടോ ഓരോ ഹട്ടുകൾ. റിസപ്ഷനിൽ നിന്ന് ബഗ്ഗിയിലാണ് ഇവർ ഞങ്ങളുടെ ഹട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കിയത്. റൂമിൽ കയറിയപ്പോൾ തന്നെ വളരെ സ്പേഷ്യസും ക്ലീനുമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കംഫർട്ടബിൾ സ്റ്റേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെയർ ഡ്രയർ, മിനി ഫ്രിഡ്ജ്, കെറ്റിൽ, സേഫ്റ്റി ലോക്കർ, TV, അങ്ങനെ ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് സൗകര്യങ്ങളും ഇവിടെയുണ്ട്. റൂമിൻ്റെ ബാക്ക് ഡോർ തുറന്നാൽ തന്നെ കാണാൻ പറ്റുന്നത് ഈ മനോഹരമായിട്ടുള്ള കടൽ കാഴ്ചയാണ്. സത്യത്തിൽ ഈ വ്യൂ മാത്രം മതി കുറച്ച് നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനായിട്ട്. ഇവിടെയുള്ള എല്ലാ ഹട്ടുകളും ഏകദേശം ഒരേ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഹട്ടും അടുത്തടുത്തായിട്ടാണ് ഉള്ളതെങ്കിലും ഓരോന്നിനും നല്ല പ്രൈവസി ആട്ടോ. മൊത്തത്തിൽ ഏകദേശം 250ഓളം ഹട്ടുകളാണ് ഈ റിസോർട്ടിലുള്ളത്. അതും അവർ 2 കാറ്റഗറിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സൺറൈസ് വ്യൂ ഹട്ടും മറ്റൊന്ന് സൺസെറ്റ് വ്യൂ ഹട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഓപ്പൺ ബാത്റൂമാണ്. നല്ല സ്പേസ് ഉള്ള ബാത്റൂം. അതിൻ്റെ കൂട്ടത്തിലൊരു ബാത്ത് ടബും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എത്തിയ സമയം എന്തായാലും കൊള്ളാം. വന്നപ്പോൾ തന്നെ മഴ, അതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയത്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ബാറിനോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. റിസോർട്ടിൽ ഏകദേശം 3-4 സ്വിമ്മിംഗ് പൂളുണ്ട്. അതിൽ ഞങ്ങൾ ആദ്യം പോയത് ചെറിയ പൂളിലേക്ക് കേട്ടോ. അവിടെ ഇരുന്ന് ഓരോ കോക്ടെയിലും ഓർഡർ ചെയ്തു. മഴ, സ്വിമ്മിംഗ് പൂള്, കയ്യിലൊരു കോക്ടെയിൽ, ആഹാ അന്തസ്. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് കോക്ടെയിൽ പാർട്ടിയിലേക്കാണ്. അവിടെ കൂടുതലായും ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കോക്ടെയിൽ പാർട്ടി ആയതുകൊണ്ടാകാം പലതരത്തിലുള്ള കോക്ടെയിൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റും.
അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു മറ്റൊരു സ്വിമ്മിംഗ് പൂള്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇൻഡോർ ആക്ടിവിറ്റീസിലേക്ക് പോയി. മഴ ആയതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസസ് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും അറിയത്തില്ലെങ്കിലും കിട്ടിയതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹാമർ ഗെയിം ആയിരുന്നു. നമുക്ക് ആരോടെങ്കിലും നല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അതിവിടെ തീർക്കാൻ കേട്ടോ. ഇവൻ്റെ അഭ്യാസം കണ്ടാൽ തോന്നും ആരോടൊക്കെ നല്ല ദേഷ്യം ഉള്ളതുപോലെ. ഒറ്റയടിക്ക് ഏകദേശം 900 വരെ എത്തിച്ചു റേറ്റ്. ഞാനും ഒന്ന് ട്രൈ ചെയ്തു, പക്ഷേ എനിക്കത്ര ദൂരം പോയില്ല. അപ്പോഴേക്കും ഡിന്നർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ കാനറി റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിലൊന്ന് ഇവിടുത്തെ ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല റിവ്യൂസും റേറ്റിംഗ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഗസ്റ്റുകൾ വരുന്നത് കൊണ്ട് എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഇവിടെ ഉണ്ട്. ഉപ്പായാലും എരിവായാലും മധുരമായാലും എല്ലാം നല്ല ബാലൻസ് ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രുചിയാട്ടോ. പിന്നെ ഞങ്ങൾ നല്ലപോലെ വിശന്നിരിക്കുന്നത് കൊണ്ട് ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോയുടെ കാര്യം മറന്നുപോയി. വീഡിയോ എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ ട്യൂണ മീൻ പച്ചയ്ക്ക് കഴിച്ചു നോക്കി കേട്ടോ. സത്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. ആദ്യം കുറച്ച് മടിയുണ്ടായിരുന്നെങ്കിലും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ലതായിരുന്നു. നിങ്ങൾ മാൽദീവ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം ആട്ടോ ഈ പച്ച ട്യൂണ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും എൻഡിലുള്ള ബീച്ചിലാട്ടോ പോയത്. കാനറി റിസോർട്ട് ഏകദേശം 4-4.5 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാട്ടോ. പിന്നെ ഞങ്ങൾ പോയത് റിസോർട്ടിനുള്ളിൽ തന്നെ ചെറിയൊരു ലോക്കൽ ഐലൻഡ് ഫീൽ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്. സ്പാ, ഫിഷിങ്, സ്കൂബ ഡൈവിങ്, സ്നോർക്കിലിങ്, അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ആണുള്ളത്. പക്ഷേ ഇതൊന്നും നമ്മുടെ സ്റ്റേ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ലഞ്ചിന് ശേഷം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. എല്ലാ സ്ഥലങ്ങളും എല്ലാ ആക്ടിവിറ്റീസും ഒന്നും കവർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ശരിക്കും പറഞ്ഞാലുണ്ട്. സത്യത്തിൽ കാനറീഫ് ഒന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു ദിവസമൊന്നും പോരാ, കുറഞ്ഞതൊരു 2-3 ദിവസമെങ്കിലും വേണം. അപ്പോഴാണ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് വരാം. ബൈ.